കർത്താവേ, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പങ്ങളുള്ളവർ, മാതാപിതാക്കന്മാർ ആധിപതിക്കുന്നവർ, അമ്മമാർ രാത്രിയും കണ്ണുനീരോടെ കിടക്കുന്നവരെ അവിടെ വയറിലങ്ങ് സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ പൈതാക്കാലം ദൈവികമായ ശക്തി ആ ഗർഭിണികളെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ് അങ്ങയുടെ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ അങ്ങയുടെ അവകാശം ഓഹരിയ മക്കളുടെ മേലെ അങ്ങയുടെ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിയില്ലാത്തവരെ, കടകമ്പോളങ്ങൾ നടത്തിക്കൊണ്ട് കർത്താവ് കച്ചവടമില്ലാതെ വിഷമിക്കുന്നവരെ, ജോലിയില്ലാത്ത കർത്താവ് വേണ്ടത്ര വരുമാനം കിട്ടാത്ത മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ആ മേഖല വീട്ട് മൃഗങ്ങളെയും അതുപോലെ തന്നെ ജീവികളെയും വളർത്തിക്കൊണ്ട് നിസ്സാര വരുമാനത്തിൽ ജീവിക്കുന്നവർ, അവരെല്ലാം അതിൽ രോഗികളായിട്ടുള്ളവർ, ഇങ്ങനെ വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, വെള്ളം കയറി കിടക്കുന്നവർ, പൊറുക്കാൻ പറ്റാത്തവർ, കൊതുകിൻ്റെ കടികൊണ്ട് എല്ലാ സമയത്തും വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ. അവർക്ക് പുതിയ ജീവിതം നൽകണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ഇറങ്ങട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, കർത്താവെ, പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ, കർത്താവെ, പഠിക്കുന്നതിന് ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത മക്കളുണ്ട്. ഇപ്പോഴും അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കൾ, മക്കളുടെ അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. കർത്താവ്, വിസ പ്രോസസ്സ് ചെയ്ത് കിട്ടാത്തവരുണ്ട് ഈശോയെ. വിസ കർത്താവ് പുതുക്കി കിട്ടാത്തവരുണ്ട് ഈശോയെ. അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഓവർസീസിൽ വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരും കുഞ്ഞുങ്ങളുടെ വിഷമതകൾ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഈശോയെ. വസ്തു ജപ്തിയായി പോയവർ, അതുപോലെ ലേലത്തിലായിപ്പോയവർ, കർത്താവെ, ഓരോരോ തരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് വൈവാഹിക തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, ഭവനരഹിതർ, ഇങ്ങനെ ജോലി തടസ്സമുള്ളവർ, ഇങ്ങനെ ഓരോ തരത്തിലും മറ്റുള്ളവരുടെ ഭീഷണിക്കും കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ അകന്ന് താമസിക്കുന്നവർ, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട. പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം 25-ാം തീയതി നടക്കുന്ന മഹാജപമാല റാലി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ റാലി പങ്കെടുക്കുന്ന എല്ലാവർക്കും ആത്മീയമായ അഭിഷേകവും ദൈവികമായ കൃപയും ആത്മീയ ശക്തികൾ സംഭവിക്കാൻ വേണ്ടി ശ്രുതികട്ടെ. ഹല്ലേലൂയ, അനുകൂലമായ കാലാവസ്ഥകൾ, ആ ദിവസങ്ങളിൽ അനുകൂലമായ കാലാവസ്ഥകൾ ദൈവം നൽകുന്നതിന് വേണ്ടിയും അപകടങ്ങളൊന്നുമില്ലാതെ ഒരു കുഞ്ഞിനെ പോലും ചെറിയ പരിക്ക് പോലും ഏൽക്കാതെ അത് പരിപൂർണമായ ദൈവകൃപയിൽ അവസാനിക്കാനും പര്യവസാനിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട. ഹല്ലേലൂയ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ തെളിമയുള്ള നല്ല ശുശ്രൂഷകൾ നടത്തി ആ സ്ഥലങ്ങളിൽ ലോകം ഭൂമിയെ മുഴുവൻ ജപമാല കൊണ്ട് ശക്തിപ്പെടുത്തുകയും ഭൂമിയെ മുഴുവനും പ്രപഞ്ചശക്തിയുടെ മാതാവായ മധ്യസ്ഥയായ പരിശുദ്ധ മറിയത്തിന് ഭൂമിയെ മുഴുവൻ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ് കൃപാസനം ഭൂമി മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ജപമാല നടത്തുന്നത്. അങ്ങനെ ജപമാല നടത്തുന്ന എല്ലാവരെയും, ആ ജപമാല നടത്തിക്കൊണ്ട് എന്നെ സംഘടിപ്പിക്കുന്നവരെയും അഥവാ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കുന്നവരെയും പരിശുദ്ധയുടെ നീല മേലങ്കയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാ നിറവിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ ഫ്രാൻസിലും റോമിലും അതുപോലെ തന്നെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ നടത്തിയുള്ള ജവമാർ റാലിയുടെ ഈ ദിവസങ്ങളിൽ നടത്തിയ ജവമാർ റാലിയുടെ ഫോട്ടോ അച്ഛനെ അയച്ചു തന്നിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഈ ആരാധന ഓർക്കുകയും ആ നടത്തി കഴിഞ്ഞവരെയും ഈ സമയത്തെല്ലാം നന്ദിയോട് അനുസ്മരിക്കുകയും അവരെ ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മുട്ടേ നിൽക്കുക. സമാപനാശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ എൻ്റെ പേര് ശില്പ. ഞാൻ കോട്ടയം കുമരകത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അനിയത്തി, പിന്നെ അച്ഛനും അമ്മയും ഉണ്ട്. ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം 2024 ഒക്ടോബർ 19 ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ തിരുസന്നിധിയിൽ നിന്നിട്ട് സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. 1000 എന്ന് പറഞ്ഞാച്ചാൽ പോരാ, എത്ര സംഖ്യ ഉണ്ടോ അത്രത്തോളം ഞാൻ നന്ദി പറയുവാണ്. ഓക്കെ, എത്ര സംഖ്യ ഉണ്ടോ അത്രത്തോളം ഞാൻ നന്ദി പറയുവാണ് അമ്മ മാതാവിനോട്. അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നത്, ഞാനൊരു പ്രൊഫഷണലി ഒരു നേഴ്സാണ്. അപ്പോൾ എൻ്റെ പ്രോസസ്സിങ്ങിൽ എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടുണ്ടായിരുന്നു. എൻ്റെ വിസ അങ്ങനെ എല്ലാം എനിക്ക് തടസ്സങ്ങളായിരുന്നു. അപ്പം അത് അമ്മ മാതാവ് എനിക്ക് ശരിയാക്കി തന്ന ആ ഒരു സാക്ഷിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ആദ്യം പറയണം, അതായത് എനിക്ക് മാതാവുമായിട്ട് അല്ലെങ്കിൽ ഈ ഷോപ്പയായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ 7ാം ക്ലാസ് മുതൽ പള്ളിവക ഒരു സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പം
ഞാൻ എല്ലാ ദിവസവും രാവിലെ അവിടെ എന്നും പ്രാർത്ഥിച്ചിട്ടാണ് ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് ഫീലിംഗ് തോന്നും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും കുർബാനയിൽ എനിക്ക് കൂടുതലും ഉള്ളത് ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും ഞാൻ അവരുടെ കൂട്ടത്തിൽ ഞാൻ കുർബാന അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മാതാവും ഈശോപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു നേഴ്സാണ് ബൈ പ്രൊഫഷണലി. അപ്പം ഞാൻ എൻ്റെ നേഴ്സിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് 2021 അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാ നേഴ്സുമാരെയും പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹം എബ്രോഡ് പോകണം. ഒന്നാമത് ബിലോ അവറേജ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ കുടുംബത്തിനെ ഒന്ന് സഹായിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ഒരു തവണ OET എഴുതി. ആ ടൈമിൽ അച്ഛന് കുറച്ച് സ്ട്രോക്കും അസുഖങ്ങളും ഉണ്ട്, എന്നാലും സപ്പോർട്ടീവായിട്ടുള്ള പേരൻസ് ആയതുകൊണ്ട് ഒരു തവണ നമുക്കൊരു ചാൻസ് തന്നു, എഴുതിക്കോളാൻ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പം അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 1 മാർക്കിന് എൻ്റെ റൈറ്റിംഗ് മൊഡ്യൂൾ പോയായിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാൻ പറ്റില്ല, എഴുതിക്കോട്ടെ ഒന്നൊന്ന് ചോദിക്കാനുള്ളൊരു അവസരമൊന്നുമില്ല. പിന്നെ ഞാനത് ആ പ്ലാൻ അങ്ങ് വിട്ടു. പിന്നെ എൻ്റെ മുമ്പിൽ ഒരു പ്ലാൻ ജോലിക്ക് കയറുക എന്നുള്ളതാണ്. പിന്നെ ജോലിക്ക് കയറി 1 കൊല്ലം നിന്നു. പക്ഷേ ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലത്തെ നഴ്സുമാരുടെ അവസ്ഥ. നമുക്കങ്ങനെ ശമ്പളം ഇപ്പോൾ ആസ് എ ഫ്രഷറായിട്ടൊരു 12 രൂപയൊക്കെ ഉള്ളൂ. അത് നമുക്ക് ഒന്നിനും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. എനിക്ക് ലോണുണ്ട്, എഡ്യൂക്കേഷണൽ ലോണ്, അതിന് കറക്റ്റായിട്ട് 5000 രൂപ നമ്മൾ വീട്ടിൽ കൊടുക്കണം. പിന്നെ ഒന്നിനും തികയില്ല. അപ്പോൾ ഇങ്ങനെ പോകെ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ സപ്പോർട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു കസിൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ജർമ്മൻ ലാംഗ്വേജിനെ പറ്റും, ജർമ്മനി എന്ന കൺട്രീനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഒരുപാട് എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല, ഇങ്ങനെയാണ് പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നും. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മാത്രം അറിയാം. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് സെലക്ട് ചെയ്തു. അങ്ങനെ ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ഒരു ഏജൻസിയിലാണ് കൊടുത്തത്. അപ്പം നമ്മൾ ഏജൻസി തിരക്കിയപ്പോൾ തന്നെ അവർ പറയുന്നത് അവർ ഫുൾ കാര്യങ്ങൾ പ്രോസസ്സിങ്ങും പഠിപ്പീരും എല്ലാം അവർ ചെയ്യും. അപ്പം B1 ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യങ്ങളും ഇതിനെപ്പറ്റി പ്രോസസ്സിങ്ങിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എടുത്തു. അങ്ങനെ B1 വെച്ചിട്ട് കയറ്റിവിടാമെന്ന് പറഞ്ഞു. മെയിൻലി A1 A2 B1 B2 ഇങ്ങനെ 4 ലെവൽസ്. അപ്പോൾ B1 വെച്ചിട്ട് കയറ്റിവിടാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൃപാസന മാതാവും എൻ്റെ ജർമ്മൻ ലാംഗ്വേജും തമ്മിലാണ് നല്ലൊരു കണക്ഷൻ ഉള്ളത്. കാരണം ഞാൻ പഠിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ആഴ്ച മുതൽ തന്നെ എനിക്ക് കൃപാസനം പത്രം ഓരോരുത്തരും കൊണ്ടുതരും, ബസ്സിലും അതുപോലെ തന്നെ അടുത്ത് പാറേപ്പള്ളി പള്ളിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് തരും. അപ്പം ഈ പത്രം എനിക്ക് മാതാവിന് ഇഷ്ടമാണ്. അപ്പോൾ പത്രം വരുമ്പോഴേ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു സ്റ്റാമ്പ് കളക്ഷൻ പോലൊരു ഹോബിയായി. അതായത് ഇങ്ങനെ വരും, ഞാനത് വാങ്ങിച്ചെൻ്റെ ബാഗിനകത്ത് ഞാൻ വെക്കും. അപ്പം ഇങ്ങനെ ഒരു മാസത്തെ തന്നെ ഒരു 5ഉം 6ഉം പത്രമൊക്കെ എൻ്റെ ബാഗിനകത്തുണ്ട്. അപ്പം ഞാനൊരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് കണ്ടോ, എനിക്ക് ഇത്രയും പത്രം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അതായത് മോനെ, അമ്മയ്ക്ക് കുറച്ചുകൂടെ അറിയാം കൃപാസനം എന്താണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അമ്മ മാതാവ് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനാന്ന് പറഞ്ഞു. എന്നാലും അപ്പം അമ്മ പറഞ്ഞു നിനക്ക് ഇത്രയും പത്രം ഇല്ലേ നിൻ്റെ കയ്യിൽ, അപ്പോൾ ഇനി വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ വാങ്ങിച്ചു വെക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അത് ഞാൻ ഞാനിങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്, ബാഗിനകത്ത് വെക്കുന്നുണ്ട്, ഇങ്ങനെ പഠിത്തം പോവാം. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തു. ഈശോയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് ഞാൻ B1 ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി. B1 പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞത് B1 പാസ്സായിട്ട് നമുക്കപ്പോൾ കയറ്റിവിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏറ്റവും ഈ ഒരു ഏജൻസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് നേഴ്സുമാർക്ക് ഈ ഒരു ജർമ്മൻ പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്നോട് അവർ പറഞ്ഞിരുന്നത് 3 ലക്ഷം വിത്തൗട്ട് ടിക്കറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ അത്രയും പൈസ കൊടുക്കുമ്പോൾ അവർക്ക് അത്രയും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നല്ലേ നമ്മൾ കരുതുക. അപ്പം ആദ്യത്തെ ഞാൻ ജയിച്ചപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു ഒരു 1.15 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം കടമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആ ഒരു 1.15 രൂപ അടയ്ക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ചോദിക്കുക എത്ര നാളെടുക്കും ഏകദേശം ഇത് ശരിയാകാൻ. അപ്പോൾ അവർ പറയുന്നത് ഒരാഴ്ച കൊണ്ട്, ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉള്ള ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ശരിയാക്കും. ശരിക്കും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ബെഷേഡ് എന്ന് പറയുന്നൊരു പേപ്പർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വൺസ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഓഫർ ലെറ്ററും കൈ കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ പൈസ അടച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പം അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ വിളിച്ചു ചോദിച്ചു, സാർ ബെഷേഡ് വന്നോ, ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെ. അപ്പം ഒരാഴ്ചയായിട്ടും വന്നിട്ടില്ല, 2 ആഴ്ചയായി വന്നിട്ടില്ല, 4 മാസം കഴിഞ്ഞിട്ടും ഇത് വരുന്നില്ല.
അപ്പം നമ്മുടെ ആകെപ്പാടെയുള്ള പ്രതീക്ഷ, ഞാൻ പറഞ്ഞു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ആകെപ്പാടെ ഒരു പ്രതീക്ഷയായിട്ടുള്ളൂ. വീട്ടിൽ അച്ഛൻ അതുപോലെ തന്നെ എല്ലാവരും വഴക്കും ബഹളവും എല്ലാം തുടങ്ങി. ഇപ്പം നിങ്ങൾക്കറിയാം, ഇതുപോലെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നവർ കുറേ എല്ലാ കുട്ടികൾക്കും മനസ്സിലാകും. അതായത് നമുക്ക് വെളിയിലോട്ടൊന്ന് ജർമ്മൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്ന് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ചോദിക്കും എപ്പോഴാണ് പോകുന്നത്, പോകാറായില്ലേ, കൊച്ചു തോറ്റുപോയോ, അങ്ങനെ. അത് പഠിച്ച് ജയിച്ച കഷ്ടപ്പാട് അറിയാം, പക്ഷേ എന്നാലും ഇത് തന്നെ ചോദ്യം. അതുകൊണ്ട് ഞാൻ ഒരു പരിപാടിക്കും ഒരു ഫംഗ്ഷനും ഒന്നും പോകത്തില്ല, കാരണം ഇപ്പോഴും പോകത്തില്ല, കാരണം ഈ ഒരു ചോദ്യം പേടിച്ച് പോകത്തേയില്ല. അപ്പം ഇങ്ങനെയായി വഴക്കും ബഹളവുമായിട്ട് വീട്ടിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടായി പറഞ്ഞായിരുന്നു, കസിൻ ചേട്ടൻ പറഞ്ഞു, ഇതുപോലെ ഞാൻ ആലപ്പുഴയിൽ പോയപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പം ട്രെയിൻ ഇറങ്ങി കുറച്ച് പേര് വന്നപ്പോൾ ഒരു ആൻറ്റിയായിട്ട് സംസാരിക്കുന്ന വഴിക്ക് മനസ്സിലായതാണ് ആൻറ്റിയൊക്കെ വരുന്നത് മുംബൈയിൽ നിന്നാണ്. അപ്പം അവരുടെ മകൻ ഇതുപോലെ പ്രോസസ്സിങ്ങിനകത്ത് കുറച്ച് തടസ്സങ്ങൾ വന്നിട്ട് അവർ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രോസസ്സിങ് എല്ലാം ഓക്കെ ആയിട്ട് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത് സാക്ഷ്യം പറയാനായിട്ടാന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു, നീ പൊക്കോ, നീ ആരോടും പറയൊന്നും വേണ്ട, നീ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പത്രമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടി. അമ്മ പറഞ്ഞത്, അന്ന് എന്നോട് പറഞ്ഞത്, ഇതുപോലെ നമുക്ക് പത്രം വരുന്ന ഒരു ഇൻവിറ്റേഷൻ പോലെയാണ്, മാതാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവിടെ ചെല്ലാൻ എന്നുള്ളത് എൻ്റെ പെട്ടെന്ന് മൈൻഡിൽ വന്നു. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും കൂടെ ആദ്യത്തെ ഒരാഴ്ച കൃപാസനത്തിൽ വന്നു. അപ്പം നമുക്ക് കൃപാസനത്തിനെ പറ്റി വലിയതായിട്ടൊന്നും അറിയത്തില്ല. വന്നു, ഞങ്ങൾ ഇവിടെയും അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഫോട്ടോകൾ അവിടെയും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എങ്ങനെയാണ് ഉടമ്പടിയൊക്കെ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആഴ്ച ആയപ്പോഴത്തേക്ക് വീണ്ടും വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത് അത് ഭയങ്കര മാജിക്ക് പോലെയാണ്. അതായത് എനിക്ക് ക്രിസ്ത്യൻസ് എല്ലാവരും അരമണിക്കൂർ ഉടമ്പടിയിൽ ബൈബിൾ വായിക്കും. അപ്പോഴത്തേക്ക് എനിക്കും ഒരാഗ്രഹം, ബൈബിൾ എനിക്ക് വായിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് ഒരു ബൈബിൾ കൊണ്ടുതരാമോ ചേച്ചിയെന്ന് ചോദിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ എനിക്ക് അമ്മ മാതാവും ഈശോപ്പനും തന്ന അനുഗ്രഹം. അപ്പോൾ ചേച്ചി എനിക്ക് ബൈബിൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചോദിക്കും. അപ്പം അങ്ങനെ പരിചയമുള്ളൊരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി എനിക്കൊരു കവർ ഒരു ദിവസം കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ഇത് തുറന്നു നോക്കാൻ പറഞ്ഞു. ഞാനത് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ബൈബിളും ഉണ്ട്, ജപമാലയുണ്ട്. അത് നല്ല പുതിയ ബൈബിളും ജപമാല ബുക്കും. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, ഇതുപോലെ ഇത് നിനക്ക് എവിടെ നിന്നാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ചേച്ചി പള്ളിയിൽ പോകുന്ന ആളല്ലേ, ഇപ്പോൾ ചേച്ചി പള്ളിയിൽ എവിടെന്നെങ്കിലും നാഗമ്പടം പള്ളിയിൽ നിന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നായിരിക്കൂലേ. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അല്ല, ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പം ആ ഹസ്ബൻഡിന് അന്ന് കൃപാസനത്തിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഓട്ടോ ആണ്. അപ്പം ചേട്ടൻ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ഒരു ബൈബിളും ഒരു ജപമാല ബുക്കും വാങ്ങിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. അതെനിക്കന്ന് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആഗ്രഹിച്ചപ്പം തന്നെ മാതാവ് എനിക്കത് കൃപാസനത്തിൽ നിന്ന് തന്നെ ഒരു ബൈബിളും ജപമാല ബുക്കും കൊടുത്തു വിട്ടത് എനിക്ക് ഒത്തിരി ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഉടമ്പടിയിലായി. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ടാകാവുന്ന രീതിക്ക്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു മാസത്തിലൊരു 5 ചോറും പൊതി അത്രയേ ഉള്ളൂ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പം അത്രയും കൊടുക്കാറുണ്ട്. അതുപോലെ പത്രം കൊടുക്കാറുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആസ് എ നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കെയർ അവിടെ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അങ്ങനെ സഹായിക്കാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും പ്രാർത്ഥനയും എല്ലാം മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നെക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളിങ്ങനെ രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞു, മോനെ, എൻ്റെ മനസ്സിലിങ്ങനെ മാതാവ് പറയുന്നതായിട്ട് എനിക്ക് തോന്നുക, നിങ്ങൾ എന്തിനാ ഇത് എടുത്തതെന്ന്. അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ടായി പോയി. ഇത് മാതാവ് ഈ ചോദ്യം ചോദിച്ചത്, എന്തിനാ നിങ്ങളിത് എടുത്തതെന്ന് ചോദിച്ചത് ഒരു പോസിറ്റീവ് സൈനാണോ നെഗറ്റീവ് സൈനാണോ, എന്തിനാ ഇത് എടുത്തതെന്നാണ് മാതാവ് ചോദിച്ചത്. അപ്പം ഒന്നാമതേ നമ്മൾ ഈ സങ്കടത്തിൽ പോവാണ്. അപ്പം നമ്മൾ തന്നെ അത് ന്യായീകരിച്ച് വളച്ചൊടിച്ച് ഞങ്ങൾ ഇങ്ങനെയാക്കി, നമ്മൾ ഇത്രയും ദുഃഖിക്കുമല്ലേ. അപ്പം മാതാവ് പറയുന്നത് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സങ്കടങ്ങൾ ഉണ്ടാകും. അപ്പം നിങ്ങൾ എന്തിനാ എടുത്ത്, ഇതൊന്നും സഹിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ഇതെടുത്തതെന്ന് നമ്മൾ സ്വയം ആശ്വസിച്ചു ഇത് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ ലാഗായിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ്. 6 മാസം 7 മാസം ഒക്കെ കഴിഞ്ഞു. എനിക്ക് പിന്നെ പേടിയായി. എൻ്റെ ഈ ലാംഗ്വേജിലായിട്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ലാംഗ്വേജിൽ. പക്ഷേ അത്ര ആയപ്പം എനിക്ക് തന്നെ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കുറയാനായിട്ട് തുടങ്ങി. എനിക്കിനി നന്നായിട്ട് ഈ ലാംഗ്വേജ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ലേ എന്ന് വരെ എനിക്ക് തോന്നിത്തുടങ്ങി.
അപ്പം അങ്ങനെ ഇരിക്കെ ഈ എൻ്റെ മനസ്സിൽ തന്നെ തോന്നുവാണ് B2 പഠിക്കാം. കാരണം അപ്പോഴത്തേക്ക് എനിക്ക് ഏറെക്കുറെ ഇത് മനസ്സിലായി, ഇങ്ങനെയാണ് പ്രോസസ്സിങ്. B2 ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് പോകാനായിട്ട് പറ്റും. അങ്ങനെ B2 പഠിക്കാമെന്നുള്ള തീരുമാനത്തിൽ B2ൻ്റെ പ്രിപ്പറേഷൻ ഞാൻ സൈഡ് ബൈ സൈഡായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ ഒരു ചേച്ചി എനിക്ക് ആ ടൈമിൽ നല്ല മുറയ്ക്ക് പഴയ ഏജൻസിക്കാർ ഞങ്ങൾക്ക് ഇത് നടത്തുന്നുണ്ട്, ഇൻ്റർവ്യൂസ് നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള ഹീലിഗൈസ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയത്തില്ല, എനിക്ക് ജോലി കിട്ടും. ഞാൻ ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം പുരട്ടി കാശുരൂപവും കൈ പിടിച്ചിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് എല്ലാത്തിലും കിട്ടും, ഓഫർ ലെറ്ററും വരും. പക്ഷേ ഈ ഏജൻസിക്ക് അത് പിടിക്കത്തില്ല. ഇത് വേണ്ട എന്നിങ്ങനെ മാറ്റിക്കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ആകെ പടമെടുത്തു. അങ്ങനെ ഏറ്റവും ഒടുക്കം ഇവർ നമുക്ക് കൊണ്ടുതന്നൊരു ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര സഹിക്കാവുന്നതിലപ്പുറം പോയി. അതിനകത്തുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഹൗസ് ഉണ്ട് ആംബുലൻ്റെ ഫ്ലീഗ എന്നാണ്. ഇപ്പം ജർമ്മൻ പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അത് മനസ്സിലാകും. ഹൗസ് മീൻസ് വീട്, ദെൻ ആംബുലൻ്റെ മീൻസ് ആംബുലൻസ്, ഫ്ലീഗ മീൻസ് കെയർ. അപ്പം ആംബുലൻസും അതുപോലെ തന്നെ ഹോം നേഴ്സും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടും മാതാവ് എനിക്ക് ഇതാണോ തരുന്നത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെല്ലാം UK ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് പോയേക്കുന്നത്. ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും എന്നെ ജർമ്മൻ പഠിപ്പിക്കാനായിട്ടും ഇതിനും എല്ലാം ഇങ്ങനെ കാശ് മുടക്കിക്കൊണ്ട് അവർ തന്നെ ഇങ്ങനെ ചിലവഴിക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രയോജനവും ഇല്ലേ? പിന്നെ ഈ ഹൗസ് ഉണ്ട് ആംബുലൻ്റ് ഫ്ലീഗ നേഴ്സ്, ഞാൻ അതാണോ മാതാവേ പഠിച്ചതെന്ന് ഞാൻ കരഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കരയാൻ അത്രത്തോളം ഞാൻ ഇതിലൂടെ കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് കരഞ്ഞ് മാതാവിനോട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി എന്താണേലും ചിലപ്പോൾ മാതാവ് ആഗ്രഹിക്കുന്നത് ഇതായിരിക്കും, ഓക്കെ പോട്ടെ, ഞാൻ ഈ ഒരു ഫ്ലോയ്ക്ക് പോവുകയാണെന്ന് തന്നെ മാതാവിനോടും ഈശോപ്പയോടും ഞാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഒരു ചേച്ചിയോട് എൻ്റെ സങ്കടം പറഞ്ഞായിരുന്നു. ചേച്ചി, ഈ ഹോം നേഴ്സ് അത് ചേച്ചി ഞാനതല്ല പഠിച്ചത്, എനിക്ക് നേഴ്സ് തന്നെ ആകണം എന്നുള്ള ഒരിതുണ്ടായിരുന്നു. അപ്പം ഈ ചേച്ചി എന്നോട് പറഞ്ഞു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞു തരാം, നീ അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എല്ലാ ഏജൻസികളും കള്ളന്മാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം ഇങ്ങനെ പറയും, പക്ഷേ പിന്നീട് അതൊന്നുമല്ല നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ഞാൻ എന്ത് പറഞ്ഞാലും മാതാവിനോട് ഞാൻ പറയും കേട്ടോ, മാതാവേ ഇങ്ങനെയാണ് കേട്ടോ, ഒരാൾ പറഞ്ഞു തന്നു, ഞാനിത് വിളിക്കുവാണ്. അങ്ങനെ പുതിയൊരു ഏജൻസിയിൽ വിളിച്ചപ്പോൾ ആദ്യം തന്നെ എടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഒരു സ്ക്രീനിങ് വെക്കാം, നിൻ്റെ ലാംഗ്വേജ് സ്കിൽ എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട്. അന്ന് വീട്ടിൽ വഴക്കാണ്. അച്ഛൻ ഡെയിലി വരുമ്പം പറയും, അയാളെ വിളിക്കാം, സാറിനെ വിളിച്ചിട്ട് എന്ത് കാര്യവും, അവരെടുക്കത്തു പോലുമില്ല. ഇപ്പം എടുക്കാതിരുന്നിട്ട് നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടല്ലോ, ഇവരെടുക്കാതെ വരുമ്പോൾ. തിങ്കളാഴ്ച വിളിക്കും, ഞാൻ വിളിക്കും, എന്നിട്ട് ടൈം ടേബിൾ മോഡൽ ചൊവ്വാഴ്ച അച്ഛൻ വിളിക്കും, ഇങ്ങനെയായി. അങ്ങനെ ഞാൻ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു. അവർ തുടക്കത്തിൽ പറഞ്ഞു സ്ക്രീനിങ് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രീനിങ് വെച്ചപ്പോഴത്തേക്ക് വളരെ അപ്പോഴും ഞാൻ കശുരൂപവും ഉപ്പും തൈലവും എല്ലാം ഞാൻ പുരട്ടിയാണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അവർ വളരെ നല്ല ഫീഡ്ബാക്കാണ് തന്നത്. കൂടാതെ ആ ഇൻ്റർവ്യൂ എടുത്ത മാം എന്നോട് ചോദിക്കുകയും ചെയ്തു, നീ എവിടെയാണ് പഠിച്ചത്, നിനക്ക് ഞങ്ങളുടെ അടുത്ത് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം എൻ്റെ മാതാവ് തന്നെ ചോദിപ്പിച്ച ഒരു ചോദ്യമാണ്. കാരണം ഞാൻ പറഞ്ഞു, ഒരു വരുമാനവും ഇല്ല, അത് 25,000 രൂപ ആ ഒരു ഓഫർ ലെറ്റർ തന്ന് ഞാൻ പറഞ്ഞു യെസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്കൊരു വരുമാനമായി, എനിക്കൊരു ജോലിയായി. അപ്പം ആ വഴിക്ക് ഞാനിങ്ങനെ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ എംപ്ലോയർ ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് അധികം താമസിക്കാതെ അവിടെ എനിക്ക് കിട്ടി. അപ്പോഴും സൈഡ് ബൈ സൈഡായിട്ട് ഇവിടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഒന്നും ആയില്ല എന്നും ചോദിക്കുമ്പം പറയുന്ന അടുത്ത വെള്ളിയാഴ്ച വരും. അതുപോലെ ചിലപ്പം പറയും ഉർലോബ് വെക്കേഷൻ ആണെന്ന് പറയും. അപ്പം മുറയ്ക്ക് അവിടെയും പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ സൈഡ് ബൈ സൈഡായിട്ട് പുതിയ ഈ പ്രോസസ്സിങ് കൂടെ നടക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഇതുപോലെ ഞാൻ ചോദിച്ചു, ഇതുപോലെ എന്തായി പ്രോസസ്സിങ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ അവരെനിക്ക് അറേഞ്ച് ചെയ്തു തന്നു. അങ്ങനെ അതിലും ഞാൻ പാസ്സായി. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം എന്നോളം ട്രാൻസ്ലേഷൻ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറുണ്ട്. അതിന് ഞാൻ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അയച്ച് ജർമ്മനിയിലോട്ട് പുതിയ ഏജൻസിക്കാർ പറഞ്ഞത് വെച്ചിട്ട് കൊടുത്തു. ഓക്കെ, അപ്പം ഞാൻ അമ്മ പറയുന്നതനുസരിച്ച് ഞാൻ ആ ഫ്ലോയ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല എൻ്റെ ലൈഫ് എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ആദ്യം കൊടുത്ത അപ്പോഴത്തേക്ക് 1 കൊല്ലത്തോളമായി എൻ്റെ ആദ്യത്തെ ഏജൻസിയിൽ പ്രോസസ്സിങ് നടക്കാൻ തുടങ്ങിയിട്ട്. അവിടുന്ന് ഇത്രയും കാത്തിരുന്ന ബഷീഡ് വന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കവിടെ ഒറിജിനൽ സബ്മിറ്റ് ബാക്കി പ്രോസസ്സിങ്ങിന് വേണ്ടി സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടാമത്തെ ഏജൻസിയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ജർമ്മനിയിലാണ്. ഓക്കെ, അപ്പം
ഇതുപോലെ ഞാൻ പറഞ്ഞു ഞാൻ ക്വിറ്റ് ചെയ്യുവാണ്. എന്നാലും എനിക്കൊരു സംശയമുണ്ട്, അവിടെ ഞാൻ അത്രയും കാത്തിരുന്നിട്ടും എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അവിടെ ആയതുകൊണ്ടാണ് എനിക്കത് കൊടുക്കാൻ പറ്റാതിരുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ B2 എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. B2 എക്സാമും ഞാൻ പാസ്ഡായി. അത് ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ B2ൻ്റെ റിസൾട്ട് വരുന്നത് വെറും 15 ദിവസം കൊണ്ടാണ്. 15 ദിവസം കൊണ്ട്, സാധാരണ ഒരു 30 ദിവസമൊക്കെ എടുക്കുന്നത്, 15 ദിവസം കൊണ്ട് എൻ്റെ റിസൾട്ട് വന്നത്. അത് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാനായിട്ട് ഒരു ദിവസം വരുമ്പോഴാണ് വെളുപ്പിനെ ഞാൻ എൻ്റെ റിസൾട്ട് കാണുന്നത്. അതും എല്ലാം എനിക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തന്നെയാണ്. അതൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം റിസൾട്ട് വന്നു. പിന്നെ അവിടെ നിന്നുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞത് മാജിക്കാണ്. കാരണം എൻ്റെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ബഷീർഡ് പേപ്പർ വന്നു. പിന്നെ പ്രീ അപ്രൂവൽ എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അതിന് 1 മാസത്തോളമാണ് സമയമെടുക്കുന്നത്. പക്ഷേ നമ്മൾ പറയുമല്ലോ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എനിക്കറിയാം അത് ഈശോപ്പൻ്റെ എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് 1 മാസം കൊണ്ട് വരേണ്ട പ്രീ അപ്രൂവൽ തന്നെ എനിക്ക് ഒരാഴ്ച കൊണ്ടാണ് കിട്ടിയത്. അതിനുശേഷം എൻ്റെ VFS അപ്പോയിൻമെൻറ്റ് ഈ ഡിസംബർ 11-ാം തീയതി ആയിരുന്നു. അതും എനിക്ക് ഏജൻസിക്കാർ VFSന് പോകുമ്പോൾ പറഞ്ഞിരുന്നത് എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് ട്രാവൽ 26 എന്ന് എഴുതണമെന്നായിരുന്നു. ഞാൻ അതുപോലെ തന്നെ എഴുതിയത്. VFSൽ ചെന്നപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു, സാറ് ഇത് 26 എഴുതി കഴിഞ്ഞാൽ പറ്റത്തില്ല, കാരണം 26-ന് നിൻ്റെ വിസ പോലെ നിൻ്റെ കയ്യിൽ കിട്ടത്തില്ല, ഡേറ്റ് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡേറ്റ് മാറ്റി ഒരു ജനുവരി 15-ലേക്കൊക്കെ ആക്കി. എന്നാലും എനിക്കറിയാം എനിക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്ത് തന്നെ എൻ്റെ മാതാവ് അതും എനിക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ തരുമെന്ന് അറിയായിരുന്നു. അങ്ങനെ 11-ാം തീയതി ഞാൻ VFSൽ വെച്ചത് എനിക്ക് എൻ്റെ പാസ്പോർട്ട് വിസയോടുകൂടി കൈ കിട്ടിയത് 17-ാം തീയതി ആയിരുന്നു. ഒരാഴ്ച തന്നെ എടുത്തുള്ളൂ. അപ്പം എനിക്കത് കിട്ടിയപ്പോഴും എനിക്ക് ഉള്ളിൽ പേടിയൊന്നുമില്ല. അതായത് എനിക്കിതിനകത്ത് എൻ്റെ വിസ അപ്രൂവ്ഡാണെന്ന് എനിക്ക് അറിയാം. കാരണം എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട്, ഈശോപ്പനുണ്ട്. അപ്പം എനിക്ക് എന്താണെങ്കിലും അത് അപ്രൂവ്ഡാണെന്ന് അറിയാം. എന്നാലും എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി നമുക്കിത് അടുത്തൊരു പള്ളിയുണ്ട്, നമ്മളിതുവരെ പോയിട്ടില്ലാത്ത പള്ളിയാണ്, അപ്പം അവിടെ ഒന്ന് പോകാം, അവിടെ നമുക്ക് പോയിട്ട് നമുക്ക് അവിടെ വെച്ച് ഇത് തുറന്നു വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് 2 സൈഡിലും മംഗളവാർത്ത എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പള്ളിയിലോട്ട് കയറുമ്പോഴത്തേക്ക്. അപ്പോഴും എനിക്കറിയാം എൻ്റെ ഈ പാസ്പോർട്ടിനകത്തുള്ളതൊരു മംഗളവാർത്തയായിരിക്കും. അപ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്തു, പാസ്പോർട്ട് അപ്രൂവ്ഡാണ്. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് ഇതാണ്. അതായത് ഒത്തിരി പള്ളികൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു എന്തിനാ ജർമ്മൻ എടുത്തത് എന്നൊക്കെ ചോദിച്ച് ഒത്തിരി ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുവാണ്, വൺസ് നമ്മൾ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്ന് മുട്ടുകുത്തി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ മാതാവ് നോക്കിക്കോളും. അന്ന് എൻ്റെ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ 3 ലക്ഷം കൊടുത്ത് ആംബുലൻറ്റ് ഫ്ലീഗയ്ക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കയറി പോയേനെയായിരുന്നു. പക്ഷെ അമ്മ മാതാവിനറിയാം എന്താണ് നല്ല കാര്യം, അത് നമ്മളിലേക്ക് എപ്പോഴാണ് നന്നായിട്ട് എത്തിച്ചു തരേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ മാതാവിന് നന്നായിട്ട് അറിയാം. അപ്പം ഇപ്പം ഞാൻ പോകുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് 1 രൂപ പോലും അമ്മ മാതാവിൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹത്തിൽ എനിക്ക് മുടക്കേണ്ട ഒരു നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഞാനിവിടെ അമ്മ മാതാവിന് ഈശോപ്പനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ വിസ. ഇതെൻ്റെ വിസയാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ടിക്കറ്റ് വരാനായിട്ടുള്ളതാണ്. അത് ഈ മോസ്റ്റ് പ്രോബബ്ലി ഒരു 2 വീക്സിൽ തന്നെ വരുമെന്നാണ് ഈ പുതിയൊരു ഏജൻസി പറഞ്ഞിരിക്കുന്നത്. ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ്, അവൾക്കൊരു സാക്ഷിയുണ്ട്, അത് അവൾ തന്നെ പറയും. എൻ്റെ പേര് അഞ്ജുമോള്. ഞാൻ 4th ഇയർ ബേസിക് നഴ്സിംഗ് പഠിക്കുകയാണ്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ചേച്ചി എടുത്തതിന് ശേഷമാണ്. അത് മെയ് 10, 2025 ഞാൻ എടുക്കുന്നത്. അതെന്താ വെച്ചാൽ ഞാൻ 6th സെമസ്റ്റർ എഴുതി നിൽക്കുമായിരുന്നു. ആ സമയം ഞാൻ 2 സബ്ജക്റ്റിന് ഫെയിലായി. അത് ഞങ്ങൾ ആദ്യത്തെ സെമസ്റ്റർ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഒരു 1 ഇയർ പോവും. 1 ഇയർ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രാജുവേഷൻ കൂടാൻ പറ്റില്ല. എൻ്റെ ഒരു 1 ഇയർ ഫുള്ളായിട്ട് പോവുക. പിന്നെ എനിക്ക് ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നപ്പം കൊറോണ കഴിഞ്ഞ ബാച്ചും കൂടെ ആയതുകൊണ്ട് കുറേ ലാഗായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ 1 ഇയറും കൂടെ പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ ആ ഒരു ഇത് പോകും. അങ്ങനെ അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല അമ്മ മാതാവ് ഒരു വഴി കാണിച്ചു തരും, പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഇതുവരെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം വെച്ചിട്ടില്ല. അതങ്ങനെ വെച്ചു. ഞങ്ങൾ എന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ എക്സാമായി. അപ്പം എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ല. അപ്പം ഞാനിങ്ങനെ ധ്യാനമൊക്കെ കേൾക്കും. അപ്പോൾ അച്ഛൻ്റെ ഇങ്ങനെ ധ്യാനമൊക്കെ കേട്ടിട്ട് ഞാൻ രാവിലെ പ്രാർത്ഥിക്കാറ് ഇങ്ങനെയാണ്,
എനിക്കറിയില്ല അങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത് പോലും അറിയില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാറ് ഇങ്ങനെയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ തിരുമുകാരനോട് പറഞ്ഞ് വെള്ളം വീഞ്ഞാക്കി കൊടുത്ത പോലെ ഞാൻ അമ്മേനെ ഏൽപ്പിച്ച നിയോഗങ്ങൾ അമ്മയുടെ തിരുവാരം വരി എനിക്ക് സഹായിച്ചു തരണമെന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. കാരണം എൻ്റെ ഒരു കൊല്ലം പോവാ എനിക്കത് ഒട്ടും ഞാൻ ഭയങ്കര ഒന്നും ചിരിക്കുകയോ ഒന്നുമില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നീ എന്താ ചിരിക്കാത്തേ, കാരണം ഞാൻ ഒട്ടും ഭയങ്കര ഡിപ്രഷനിലോട്ട് പോവായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോണു, ഞാൻ മാത്രം അങ്ങനെ നിൽക്കണു. അങ്ങനെ എൻ്റെ എക്സാം വന്നു. രണ്ടെണ്ണമായിരുന്നു. എനിക്ക് ചൈൽഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ് ആയിരുന്നു. ചൈൽഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, അമ്മയുടെ റിങ് കൊണ്ട് അത് കഴിഞ്ഞു. പക്ഷേ മാനേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്കത് ഏറ്റവും ടഫായിരുന്നു. ആദ്യത്തെ ഇതിലും എനിക്ക് ടഫായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ എക്സാം വന്ന് ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ കൊന്തയും കാശുരൂപമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇനിയിപ്പം എക്സാം ഹാളിൽ അത് കയറ്റാൻ പറ്റില്ലേ. ഇനിയിപ്പം ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനിയിപ്പോൾ അത് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഞാൻ തോറ്റു പോകുന്നതായിരിക്കും ഞാൻ വിചാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറാൻ നേരത്ത് എനിക്ക് കൊന്തയും കാശുരൂപമൊക്കെ കയറ്റാൻ പറ്റി. ഞാനങ്ങനെ ഹാളിലിരുന്നു. അതിന് മുമ്പ് ഞാൻ അമ്മയോട് ഒരു ദിവസം പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ചിലർ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെ പറയും, അമ്മ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഈ കളറിലെ ഡ്രസ്സ് ഇട്ട് വരുവാണെങ്കിൽ അമ്മ അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പം ഞാനും അങ്ങനെ അമ്മയോട് ഒരു ദിവസം പറഞ്ഞ് അമ്മയുടെ കളറായ പച്ച, നീല, പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മയെ വെള്ള, അങ്ങനെ ഏതെങ്കിലും ഒരു കളറിലെ ഡ്രസ്സ് ഇട്ട് ഇൻഡിവിജ്വലായിട്ട് ഡ്രസ്സ് വരുവാണെങ്കിൽ ഞാൻ അമ്മ അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു ഇരുന്നു. അങ്ങനെ കളറിൽ ആരും വന്നില്ല. അപ്പം ഞാൻ ഓർത്തു അമ്മ ആരും ഇല്ലേ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ബുക്ക്ലെറ്റ് എനിക്ക് കിട്ടി. ബുക്ക്ലെറ്റ് കിട്ടിയപ്പോൾ അതിൽ ഞാൻ കണ്ടത് അതിൽ സ്റ്റിച്ച് ചെയ്ത നൂലുണ്ട്. ആ നൂലിൻ്റെ കളർ പച്ചയാണ്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കാരണം എനിക്ക് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമാണ് മാനേജ്മെൻറ്റ്. എന്നെക്കൊണ്ട് എനിക്ക് പറ്റുമോ എനിക്കറിയില്ലായിരുന്നു. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കത് പറ്റില്ല. അപ്പം ഞാനങ്ങനെ പറഞ്ഞു അമ്മേ എന്തെങ്കിലും ഒരു കളർ കാണിക്കാം. ഞാൻ നോക്കിയപ്പോൾ ആ നൂലിന് പച്ച നിറം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, അമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ജയിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ കരഞ്ഞു. കാരണം എനിക്ക് ഇതിലും നല്ലത് ആദ്യത്തെ എക്സാം ആയിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. 3 മണിക്കൂർ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പിന്നെ അമ്മേനെ പ്രാർത്ഥിച്ച് എക്സാം എഴുതാൻ തുടങ്ങി. എക്സാം എഴുതി അങ്ങനെ ഇറങ്ങിയപ്പം എല്ലാവരും പറഞ്ഞു ഇല്ലേടെ പോകും. എഴുതി കുറച്ച് പേരുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേയേറെ പേരുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു ഇല്ലേടെ ഇത് പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എൻ്റെ കൂട്ടത്തിൽ ഒരു കൊച്ചു പറഞ്ഞു ഇല്ലേടെ നീ അമ്മേനെ വിശ്വസിക്കുന്നതല്ലേ, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ ഓർത്ത് പോവുമായിരിക്കും. പക്ഷെ എനിക്ക് ആ 2 വിഷയവും കിട്ടി. എൻ്റെ കൂട്ടത്തിൽ ആകെ കുറച്ച് 3-4 പേർക്ക് മാത്രമേ ഉള്ളൂ അന്ന് കിട്ടിയുള്ളൂ. അതിൽ ഞാനും ഒരാളായി. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാനന്ന് എല്ലാവരോടും എന്നെക്കൊണ്ട് പറ്റുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല, അമ്മയുടെ കൃപയാ മാത്രമാണ്. അമ്മ ഈശോപ്പോട് പറഞ്ഞാണ് എനിക്കിത് കിട്ടിയത്, അല്ലെ എൻ്റെ ഒരു ഇതുകൊണ്ടേ അല്ല അത് കിട്ടിയത്. അങ്ങനെ എന്നിട്ട് അതിനുശേഷം ഞാൻ ആ എക്സാം കഴിഞ്ഞു. അതിന് എനിക്ക് മാനേജ്മെൻ്റ് ആയിരുന്നല്ലോ ഏറ്റവും പാട്. അത് എനിക്ക് കിട്ടിയ മാർക്ക് 47. എനിക്ക് കിട്ടേണ്ട മാർക്ക്, ശരിക്കും ജയിക്കേണ്ട മാർക്ക് 37.5 എനിക്ക് കിട്ടിയത് 47. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ പെട്ടെന്നൊരു ഇത് തോന്നിയെന്ന് വെച്ചാൽ ഞാനൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു കുട്ടി ഇവിടെ വന്ന് നേഴ്സിങ്ങിൻ്റെ കാര്യം പറയുന്നത്, തോറ്റു പോകുമെന്ന് വിചാരിച്ച വിഷയം അമ്മ 47 മാർക്ക് കൊടുത്ത് ആ കുട്ടിക്കും ജയിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്തു അയ്യോ ആ കുട്ടിക്ക് 47 എനിക്കും 47. എനിക്കത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അതുപോലെ തന്നെ ചേച്ചി ആദ്യം ഉടമ്പടി എടുത്തപ്പം എനിക്ക് കമ്മ്യൂണിറ്റിയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് നന്നായിട്ട് ടെൻഷനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ തോറ്റു പോവായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. അതിന് എനിക്ക് കിട്ടിയ മാർക്ക് 47. പിന്നെ അത് കഴിഞ്ഞു 7th സെം കിട്ടിയാലേ ഉണ്ടായിരുന്നു എനിക്ക് ഇത് 6th സെം കിട്ടിയാലേ എനിക്ക് 7th സെം എഴുതാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ 7th സെം എനിക്ക് എഴുതാനുള്ള അനുഗ്രഹം അമ്മ തന്നു. അതെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അമ്മയ്ക്കും തിരുമാറിനോടും. അങ്ങനെ ആ എക്സാമും കഴിഞ്ഞു. എനിക്ക് ആദ്യമായിട്ടാണ് ഇനി എനിക്ക് ഒരു സെമ്മും കൂടെ ആണുള്ളത്, 8ാമത്തെ സെം. അതിൽ ഞങ്ങളുടെ സിലബസ് വെച്ച് ഞങ്ങൾക്ക് തിയറി ഇല്ല, പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു ഇതിന് ഫെയിലായ 8ാമത്തെ എഴുതാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ നേഴ്സിംഗ് കരിയറിൽ ഈ സ്റ്റുഡൻ്റ് ഈ കരിയറിൽ ഞാൻ ആദ്യമായിട്ടാണ് എക്സാം എഴുതിയപ്പം ഒരു ലാസ്റ്റത്തെ എൻ്റെ 3ാമത്തെ എക്സാം എഴുതുന്ന സമയത്ത് OBG ആയിരുന്നു. അപ്പം ഞാൻ കമ്മ്യൂണിറ്റി അപ്പം ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു എക്സാം എഴുതുന്നതിന് മുമ്പ് ഇന്നും ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ ഒരു ടെൻഷൻ അടിക്കാതെ എനിക്ക് എഴുതാൻ പറ്റി. ലാസ്റ്റ് എക്സാം ആയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ പേപ്പർ വെച്ചത്. സാധാരണ എല്ലാ എക്സാമും കഴിയുമ്പോഴും ഞാനിങ്ങനെ ടെൻഷനായിട്ട് എനിക്ക് പേപ്പർ പെട്ടെന്ന് കൊടുക്കുകയാണ് ചെയ്യാറ്. എനിക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ശരിയാണോ എന്ന് പോലും എനിക്ക് നോക്കാനുള്ള ടൈം കിട്ടാറില്ല.
ഇത് ലാസ്റ്റ് ഞാൻ എല്ലാം പ്രാർത്ഥിച്ച് ടൈം എടുത്ത് എനിക്ക് ആൻസറും എല്ലാം നന്നായിട്ട് നോക്കി കൊടുക്കാൻ പറ്റിയപ്പോൾ തന്നെ ഞാനിങ്ങനെ വിശ്വസിച്ചു, ഇത് ഞാൻ ജയിക്കുമായിരിക്കും. കാരണം എനിക്ക് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടി. അതുകൊണ്ട് ലാസ്റ്റ് തിയറി എക്സാമിന് എനിക്കങ്ങനെ കൊടുക്കാൻ പറ്റിയപ്പോൾ തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മ എന്നെ ജയിപ്പിക്കും. അന്നെൻ്റെ റിസൾട്ട് വന്നു. മീൻസ് കുറച്ച് നാൾ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാണ് എൻ്റെ റിസൾട്ട് വന്നത്. എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. അത് എനിക്ക് വന്നത് ചൊവ്വാഴ്ചയാണ്. എനിക്ക് മിക്ക അനുഗ്രഹങ്ങളും കിട്ടിയിരിക്കുന്നത് അമ്മയുടെ കിട്ടിയത് ചൊവ്വാഴ്ചകളിലാണ്. ആദ്യത്തെ എൻ്റെ ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചത് റിസൾട്ട് കിട്ടിയതും ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര അനുഗ്രഹമാണ്. പിന്നെ ഞാൻ ചേച്ചിയുടേതും വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. ചേച്ചി BTS പാസ്സാവണോ, എത്രയും വേഗം ജർമ്മനിയിൽ എത്താൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതും അമ്മ തന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചേച്ചിക്ക് ട്യൂട്ടറായിട്ട് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല അങ്ങനെ കിട്ടുമെന്ന്. അത് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറേ മാറ്റങ്ങളുണ്ടായി. ഞങ്ങൾക്ക് കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു, അതെല്ലാം മാറി. ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി. ഇപ്പം എന്താ ഞങ്ങൾ ഓരോന്ന് പെട്ടെന്നായിരുന്നു വാങ്ങിയത്. ചേച്ചിയുടെ ഫോണ്, ഡൈനിങ് ടേബിൾ, ഫ്രിഡ്ജ്, ഇൻവേർട്ടർ, അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റി. കാരണം ഞങ്ങൾക്കതൊരു ഭയങ്കര അനുഗ്രഹമാണ്. ഒന്നും ഇല്ലാത്തിടത്തു നിന്ന് അങ്ങനൊരു പെട്ടെന്നൊരു ചേച്ചിക്ക് അത്രയും കഷ്ടത്തിൽ നിന്ന് കടന്നിടത്തുനിന്ന് ഒരു ജോലി കിട്ടി, അത്രയൊക്കെ വാങ്ങുക എന്ന് പറയുമ്പം അത് അമ്മയുടെ തിരുമാറിന് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് തിരുമാറിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും ഞങ്ങൾ ഉടമ്പടി തുടരുവാൻ തന്നെയാണ്. ഞാൻ ശരിക്കും ആദ്യത്തെ ഉടമ്പടി എടുത്തിട്ട് നിർത്താൻ അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് ഓരോ ഉടമ്പടി പുതുക്കുന്നതിന് തൊട്ടും അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹങ്ങൾ ആണ് തരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും അമ്മേനെ അത് ഉടമ്പടിയിൽ നിന്ന് മാറാൻ പറ്റില്ല. ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ നിൽക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈശോയ്ക്കും അമ്മയ്ക്ക് തിരുമാറിനും ഒരുപാട് നന്ദി.